ബൃന്ദു, ഒടുവിൽ പവനായി ശവമായി. മലപ്പുറം കത്തി. 12-ാം തീയതി G7-ൽ പ്രധാനമന്ത്രിയാകാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യൽ, സെറമണിക്കുള്ള പന്തലൊരുക്കൽ, ഒടുവിൽ പവനായി ശവമായി. കേവല ഭൂരിപക്ഷം പോലുമില്ല. 59 സീറ്റുകളിലാണ് BJP നഷ്ടപ്പെട്ട് പിന്നിലാകുന്നത്. എന്തൊക്കെയായിരുന്നു വാചകങ്ങൾ? ഇതിനകത്ത് BJP എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശങ്ങളെല്ലാം നടപ്പിലായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പ്രതീക്ഷയാണല്ലോ തെരഞ്ഞെടുപ്പ്. ആ പ്രതീക്ഷയ്ക്ക് മുന്നോടിയായി 400 സീറ്റോ 450 സീറ്റോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ ഈ പ്രചരണത്തിൽ എന്തും പറയാം. അത് പണ്ട് ശ്രീധരൻപിള്ളയും പറഞ്ഞു. അതൊക്കെ ഇലക്ഷന് വേണ്ടി പറയുന്ന അജണ്ടയും പ്രഖ്യാപനമാണല്ലോ. തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയല്ലല്ലോ എന്ന്. അത് BJPക്ക് അങ്ങനെ മാറ്റി പറയാം. പക്ഷെ എന്തുകൊണ്ട് തോറ്റു? ലളിതമായ ഇതിനകത്ത് നമ്മളൊരു തർക്കത്തിനപ്പുറത്തേക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ 10 വർഷമായിട്ട് ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 2014 മുതൽ 2024 വരെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് ഇന്ന് മോഡി സർക്കാരിന്റെ ആദ്യത്തെ 5 വർഷം പോലെയല്ല പിറ്റത്തെ 5 വർഷം. കാരണം മുരട് മൂർഖൻ പാമ്പുകളൊക്കെ ഒരുമിച്ച് ഈ രാജ്യത്ത് ഏതൊക്കെ ചെറുകിട വൻകിട അഴിമതി രാഷ്ട്രീയക്കാരും മുന്നണികളും ഒക്കെ BJPക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കുമ്പോൾ അതിനനുസൃതമായ സ്ട്രാറ്റജി കൃത്യമായിട്ട് BJP പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ മുള്ളും മുരുക്കും മൂർഖം പാമ്പും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട് എതിരുണ്ടെന്ന്. പക്ഷേ ED-യെയും CBI-യെയും കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് ഈ മൂർഖം പാമ്പിന്റെ പണി കാണിച്ചത് ആരാണ് ഈ 5 കൊല്ലം അല്ലെങ്കിൽ ഈ 10 കൊല്ലം? അങ്ങനെയല്ല സാർ. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുവദനീയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കള്ളപ്പണക്കാരെയും കൊള്ളപ്പണക്കാരെയും കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. ഞങ്ങൾ ആരോടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യൂല. ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി സ്റ്റൈൽ എന്ന രീതിയിൽ. അശോക് ചവാൻ, അജിത് പവാർ, ഇതെല്ലാം രാഷ്ട്രീയ ഗിമ്മിക്കിന് വേണ്ടി എതിരാളികളെ പപ്പടമാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ബൃന്ദു, ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കൂ. കേസുകളുടെ ഈ രാജ്യത്ത് അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ അവരെ കൽത്തുറങ്കിൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തി. ഓഫീസിൽ കയറി ഇറങ്ങിയോ? ഒരു പേപ്പറുമായി BJP സഖ്യകക്ഷികളുടെയും മുറികളിൽ ED കയറി ഇറങ്ങിയോ? അല്ല, ഞാൻ പറയട്ടെ, ആ അഴിമതി ED കയറിയ സ്ഥലങ്ങളിലൊക്കെ രേഖകളും തെളിവുകളും ഉണ്ടായിട്ടില്ല സാർ. എവിടെ? അതാണ് ഞാൻ പറഞ്ഞത്. ED കയറിയ ഒരു സ്ഥലങ്ങളിലും ട്രയൽ നടത്തിയവർ ശിക്ഷിച്ചിട്ടില്ല. ED എടുത്ത കേസുകൾ 100% 5% പോലും ശിക്ഷ നടപ്പാക്കാനായിട്ടില്ല. കാരണം തെളിവില്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്ന് മാത്രം. അങ്ങനെ പറയാൻ സാർ, അങ്ങനെ സാധിക്കുക സാർ? ഇപ്പൊ ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലായതും നമ്മുടെ ഇനി അറിയാം കഥ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾ ചില ഫാക്ടുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പൊ നിജേഷ് പറഞ്ഞു വലിയ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവാണെന്ന്. കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ നമുക്കറിയാം 100-ലേക്ക് അടുക്കുന്നു. അതൊരു തിരിച്ചുവരവാണ്. ഞാൻ പറയട്ടെ സാർ, ഞാനത് പറയട്ടെ. ഇന്ത്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് ഏറെ കാലമുള്ള BJPയുടെ ആഗ്രഹം നോക്കൂ. ഇല്ലല്ല ബൃന്ദു അങ്ങനെ കടന്നു പോകാനാകില്ല. ഇത്രയും ദിവസങ്ങളിൽ വലിയ വാചകം പറഞ്ഞ് കടന്നുപോയതല്ലേ. രാമക്ഷേത്രം നിങ്ങളുടെ എക്കാലത്തെയും വലിയ അവകാശവാദമായിരുന്നു. ആ രാമക്ഷേത്രം നിങ്ങൾ കെട്ടി. അതിനുശേഷം ഏക സിവിൽ കോഡ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. 370 കാശ്മീരിന്റെ അവകാശം അടക്കമുള്ളവ വെട്ടിക്കളഞ്ഞു. ഇനി ഏക സിവിൽ കോഡിന്റെ മറ്റു കാര്യങ്ങൾ CAA നടപ്പാക്കി. അത് ബംഗാളിലും അസമിലും ഒക്കെ നടപ്പാക്കി കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ. ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, വിഭാഗീയത പറഞ്ഞു, എന്നിട്ടും നിങ്ങൾക്ക് നേടാനായില്ല. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് 44-ൽ നിന്ന് 99-ലേക്ക് ഉയർന്നത്. അങ്ങയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ BJP ഒരു 100 സീറ്റിലേക്ക് താണുപോയെന്നോ 200 സീറ്റിൽ താഴെ എന്നുള്ളതല്ലല്ലോ സാർ. 59 സീറ്റുകളാണ് BJPക്ക് പോയത്. അല്ല, 272 സാർ ഭൂരിപക്ഷം. ഞാൻ ചോദിക്കട്ടെ, BJP NDA മുന്നണി ഭരിക്കാൻ ആവശ്യമായി 272 സീറ്റ് നേടിയിട്ടുണ്ടോ? അതിന്റെ ചോദ്യമാണ്. ഉണ്ടോ? അത് ഇനി JDU-വും നിതീഷ് കുമാറും എന്താണ് നായിഡുവും TDP-യും ഒക്കെ വിചാരിക്കണം. ഇനി അവരുടെ ഒക്കെ തീരുമാനങ്ങൾ അങ്ങനെ പറയാൻ സാധിക്കില്ല സാർ. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനാകുമോ?
എന്ന് സ്വാഭാവികമായിട്ട് ഫൈനൽ റിസൾട്ട് വരെ ഞങ്ങളുടെ ഇപ്പോഴത്തെയും പ്രതീക്ഷ അവസാന റിസൾട്ട് 272 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിൽ എത്തും, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യയിൽ BJP എത്തും. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കാണേണ്ടത് ഡൽഹിയിലായിരുന്നു സാർ. നിങ്ങൾ ഡൽഹി ഒന്ന് നോക്കൂ. ഈ അരവിന്ദ് കെജ്രിവാളും ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രമായ ഡൽഹിയിൽ അങ്ങനെയാണെങ്കിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിൽ 7 സീറ്റല്ലേ ഉള്ളൂ ഡൽഹിയിൽ. നിങ്ങൾ യുപിയിലേക്കൊന്ന് നോക്കൂ, നിങ്ങൾ യുപിയിലേക്കൊന്ന് നോക്കൂ പൃഥു. യുപിയിലേക്ക് പറയാം സാർ, യുപിയിലേക്ക് വരാം. യുപിയിൽ 80 സീറ്റിൽ കഴിഞ്ഞ തവണ നിങ്ങൾ 62 നിങ്ങളും നിങ്ങളുടെ സഖ്യകക്ഷിയും നിങ്ങൾക്ക് മാത്രം BJPക്ക് മാത്രം 60 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര? അവിടെ സമാജ്വാദി പാർട്ടിയാണ്. അഭിനാദളിന്റെ ശക്തിയൊക്കെ നമുക്കറിയാലോ സാർ. അഭിനാദളിന്റെ സഖ്യ BJPയുടെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ പോലെയുള്ള പ്രബലമായിട്ടുള്ള ഒരു സംഘടനയും സമാജ്വാദി പാർട്ടിയെ പോലെ വേരൂറപ്പുള്ള സംഘടനയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് BJPക്കെതിരെ പോരാടുന്നത്. അവിടെ യുപിയിൽ BJP തോറ്റ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ നോക്കൂ. 5000-നും 15,000-നും ഇടയിലാണ് 21 സ്ഥലങ്ങളിൽ BJP പിറകോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം അത്രമാത്രം ട്രെൻഡ് ഉണ്ടെങ്കിൽ ഈ BJP മുഴുവൻ അവിടെ യുപിക്കകത്ത് പോലും ഞങ്ങൾ സത്യത്തിൽ യുപിയിൽ വലിയൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ 303 സീറ്റുമായി നിങ്ങൾ നിൽക്കുമ്പോൾ എത്രയായിരുന്നു നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം? ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് 48% വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നു. 37-ൽ താഴെ ഉള്ളായിരുന്നു മോദിക്ക്. അങ്ങനെ വോട്ടിംഗ് ശതമാനം അല്ലല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നോക്കുന്നത്, സീറ്റുകളുടെ എണ്ണമല്ലേ. അന്ന് സഖ്യം ഉണ്ടായിരുന്നില്ലല്ലോ. യുപിയിൽ കൃത്യമായിട്ട് സഖ്യം ഉണ്ടാകുന്നു. ഒന്നുമില്ല, 10 വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം യുപി ഭരിക്കുന്നു. സഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് സഖ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് BSP ശക്തമായിരുന്നു സാർ. അന്ന് BSP ശക്തമായിരുന്നു. BSP എന്ന് പറയുന്ന പ്രസ്ഥാനത്തില്ല നമ്മൾ വോട്ട് ഷിഫ്റ്റ് പരിശോധിക്കണം. എന്തിനധികം പറയുന്നു? മോദി, സാക്ഷാൽ നരേന്ദ്രമോദി, അതും സാക്ഷാൽ വാരണസിയിൽ ഗംഗയുടെ പുത്രൻ മുട്ടിലിഴഞ്ഞാണ് ജയിക്കുന്നത്. മുട്ടിലിഴഞ്ഞ്. അങ്ങനെ മുട്ടിലിഴഞ്ഞൊന്നും പറയാൻ പറ്റില്ല. 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഭൂരിപക്ഷം തന്നെയാണ്. ഇപ്പോഴത്തെ ലീഡ് ചെയ്യുന്ന നില എത്ര? സിമ്പിൾ ലോജിക്. ഞാൻ ഇത്രയേ ഉള്ളൂ സാർ. അവരുടെ വോട്ട് നോക്കിയാൽ മതി. തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്ത് BJPക്കെതിരെ കോൺഗ്രസും CPM-ഉം ഒന്നിച്ചാൽ ഉണ്ടാവുന്ന എന്താണോ അതാണ് വാരണാസി ആയിക്കോട്ടെ യുപിയിൽ. എങ്കിൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള പ്രസ്ഥാനമാണ് BJP. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തിരുവനന്തപുരം പോലെ, തൃശ്ശൂർ പോലെ, കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ UDF-ഉം LDF-ഉം ഒരുമിച്ചാൽ ഒന്നും ഇട്ട് സ്പ്ലിറ്റ് ആക്കാൻ കിട്ടിയില്ലല്ലേ? ഞങ്ങളുടെ ഒരു സഖ്യത്തിന്റെ വിജയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ തിരിച്ചെത്താം. CPIM പ്രതിനിധി കൂടിയുണ്ട് പൃഥു. ഞാൻ തിരിച്ചെത്താം പൃഥു.